ഇതാണ് തലസ്ഥാനത്തെത്തുന്നവർക്ക് തലസ്ഥാനത്തിൻ്റെ സൗന്ദര്യം കണ്ട് ആസ്വദിക്കാനായി KSRTC പുറത്തിറക്കുന്ന 2 ബസ്സുകളിലൊന്ന്. ഇപ്പോൾ 2 ബസ്സുകൾ തിരുവനന്തപുരം ആനേറ ഡിപ്പോയിലെത്തിയിട്ടുണ്ട്. എന്നാലും ഗതാഗത മന്ത്രി ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത്. അദ്ദേഹത്തിന് ഈ ബസ് കാണാനും എന്തൊക്കെയാണ് ഈ ബസ്സിൻ്റെ വിശേഷങ്ങളൊക്കെ അറിയാൻ താല്പര്യമുണ്ട്. അങ്ങനെയാണ് ഗതാഗത മന്ത്രി ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞത്. ബസ് കാണാനെത്തിയ മന്ത്രി ബസ് കാണുക മാത്രമല്ല, ബസ് ഓടിക്കുകയും ചെയ്തു. ആനേറ ഡിപ്പോയിൽ നിന്നും കുറച്ച് ദൂരം ബസ്സിൽ ഞങ്ങളെല്ലാം കയറ്റി കറങ്ങിയാണ് അദ്ദേഹം തിരിച്ച് ആനേറ ഡിപ്പോയിൽ വണ്ടി കൊണ്ട് നിർത്തിയിരിക്കുന്നത്. അദ്ദേഹം ഭയങ്കര ഹാപ്പിയാണ് ഈ ബസ് ഓടിച്ചത്. കാരണം കൂടുതൽ സഞ്ചാരികൾ തിരുവനന്തപുരത്ത് എത്തുമ്പോൾ അവർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു ബസ്സാണെന്നാണ് മന്ത്രിയുടെ അഭിപ്രായം. നിങ്ങളെപ്പോലെ ഞാൻ എൻജോയ് ചെയ്തു, നിങ്ങൾ എൻജോയ് ചെയ്തില്ലേ? നല്ല രസകരമായൊരു ഇതാണ്. നമ്മുടെ ടൂറിസത്തിന് വലിയൊരു അട്രാക്ഷൻ ആയിരിക്കും തിരുവനന്തപുരത്ത്. ഒരു ടൂറിസം അട്രാക്ഷനാണിത്. ശരിക്കും ഒരു തിരുവനന്തപുരം നഗരം കാണുന്നതിനുള്ളൊരു നല്ല മനോഹരമായൊരു അതൊരു വേറെ ട്രിപ്പായിട്ടായിരിക്കും. അല്ല, റെഗുലർ ട്രാൻസ്പോർട്ട് സർവീസിന് ഇത് പറ്റില്ല. ഇതൊരു ആസ്വദിച്ച് അതിൻ്റേതായ ടൈം എടുത്ത് സ്ഥലങ്ങൾ കണ്ട് ശംഖുമുഖം തുടങ്ങി കവടിയാറ് വരെ പോയി എല്ലാം ടൗൺ കിഴക്കേക്കോട്ട അങ്ങനെ കണ്ട് അങ്ങനെ പോകുന്ന ഒരു ട്രിപ്പിനാണ് നല്ലത്. ഇനി ബസ്സിൻ്റെ പ്രത്യേകതകൾ ഒന്ന് നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ, ഈ ബസ്സിന് ആകെ ചിലവായ തുക എന്ന് പറയുന്നത് 2.01 കോടി രൂപയാണ്. 9.78 മീറ്റർ നീളമാണ് ഈ ഡബിൾ ഡെക്കർ ബസ്സിനുള്ളത്. അതോടൊപ്പം തന്നെ 4.75 മീറ്ററാണ് ഉയരവും 2.6 മീറ്ററാണ് ഇതിൻ്റെ വീതിയും. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വലിയൊരു ബസ് തന്നെയാണ് ഇത്. 65 സീറ്റുകൾ ഈ ബസ്സിനുണ്ട് എന്നതും ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. ഡബിൾ ഡെക്കർ ഇതിനു മുമ്പ് ഓടിച്ചിട്ടുണ്ട്, പഴയ വണ്ടി, ഡീസൽ വലിയ വണ്ടി. അത് 2001 ഓടിച്ചിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം ബാറ്ററി വണ്ടി ആദ്യമായിട്ടാണല്ലോ ഇന്ത്യയിൽ തന്നെ. ഇത് 2ാമത്തെ സ്റ്റേറ്റിനാണ് ഇത് കിട്ടിയിരിക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. നമുക്ക് ഇതൊരു ടൂറിസം പർപ്പസിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് തിരുവനന്തപുരത്തിൻ്റെ ഒരു കാഴ്ചയ്ക്ക് നമ്മൾ ഉപയോഗിക്കാം. ഇത് നമുക്ക് തിരുവനന്തപുരത്തിന് വേണ്ടി വന്ന വണ്ടിയാണ്. ഇനി എറണാകുളത്തേക്ക് വണ്ടി വരികയാണെങ്കിൽ നമ്മളത് നോക്കാം. ഇവിടെയുള്ള വണ്ടി സ്പീക്കർ മണ്ഡലത്തിലേക്ക് തലശ്ശേരിയിൽ ഒരു ടൂറിസം പാക്കേജ് തുടങ്ങാൻ വേണ്ടി ഇവിടെ അയക്കും. ഡീസൽ അങ്ങോട്ട് അയക്കും. തലശ്ശേരിക്ക് വിടാനാണ് ഉദ്ദേശിക്കുന്നത്. സ്പീക്കർ അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ ഈ ഒരു ടൂറിസം മേഖലയാണല്ലോ തലശ്ശേരി, മാഹി എന്നൊക്കെ പറയുന്ന തീരദേശ. അപ്പോൾ അവിടത്തേക്ക് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ കൊണ്ടുപോവുകയാണ്. വിജയിക്കുകയാണെങ്കിൽ അവിടെ വിജയകരമായി കൊണ്ടുപോകും. അതിനും ഇതുപോലെ തന്നെ ടൂറിസത്തിന് വേറെ ടിക്കറ്റ് ഫെയർ ആയിരിക്കും. നമ്മുടെ ഫെയർ ഇത് നഗരവികസന വകുപ്പുമായിട്ട് കൂടെ ഒന്ന് ആലോചിച്ചിട്ട് അവരുടെ മിനിസ്റ്റേഴ്സിനെയും കൂടെ സൗകര്യം നോക്കി മുഖ്യമന്ത്രി ഡേറ്റ് കിട്ടുമെങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് ഉൾക്കാണ്. വേറെ ഒരു 10-20 വണ്ടിയും കൂടെ വന്നിട്ടുണ്ട്. എല്ലാം കൂടി ഒരു പാക്കേജ് ആയിട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. റേറ്റൊക്കെ ഇതിൻ്റെ റേറ്റ് തീരുമാനിച്ചില്ല. അത് ടൂറിസം പർപ്പസിനാണ്. ഡബിൾ ഡെക്കർ ഒറ്റ ചാർജിൽ 120 മുതൽ 150 കിലോമീറ്റർ വരെ ഓടാൻ കഴിയുന്നതാണ് ഈ ബസ്. മറ്റൊരു പ്രത്യേകത, ഇപ്പോൾ ഉള്ള അതേ സർവീസുകൾ ഡേയും നൈറ്റിലും ഈ ബസ് സർവീസ് നടത്തും. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇതിൻ്റെ മുകളിലിരുന്ന കാണുന്ന കാഴ്ചകളും അതിമനോഹരം തന്നെയാണ്. ഈ ഡിപ്പോയിൽ നിർത്തിയിട്ട ബസ്സിന് മുകളിലാണുള്ളത്. അപ്പം ഈ കാഴ്ച ഇവിടെ തന്നെ നോക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു സൗന്ദര്യം, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഈ ഉയരത്തിൽ നിന്ന് കാഴ്ചകൾ കാണുന്നൊരു സൗന്ദര്യം, അത് നമുക്ക് മനസ്സിലാകും. അപ്പം എന്തായാലും നഗരവീതിയിലൂടെ ഇത് സഞ്ചരിക്കുമ്പോൾ അതിമനോഹരമായിരിക്കും ഈ ബസ്സിൻ്റെ മുകൾ തട്ടിനുള്ള കാഴ്ചകളും. സുരക്ഷയ്ക്കായി 5 ക്യാമറ സംവിധാനങ്ങളടക്കമുള്ള ബസ്സാണിത്. അപ്പോൾ സുരക്ഷയുടെ കാര്യവും ഓക്കെയാണ്. എന്തായാലും ഉടൻ തന്നെ ഈ ബസ് പൊതുജനങ്ങൾക്കായി തിരുവനന്തപുരത്തിൻ്റെ നഗരവീതിയിൽ കൂടി തുടങ്ങും. രജീഷ് നരിക്കുനി, സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.